നീണ്ട വനവാസത്തിന് ശേഷം വർഷാവസാനം എത്തി വിസ്മയിപ്പിച്ച മമ്മൂട്ടിയായിരുന്നു 2025 പ്രത്യേകത. സ്റ്റാൻലി ദാസ് മലയാളി ഓഡിയൻസിന് അപ്പുറത്തേക്ക് ചർച്ചകളെ ചൂടുപിടിപ്പിച്ച കഥാപാത്രമായി. 2026 എത്തുമ്പോൾ ഒരു പിടി മമ്മൂട്ടി സിനിമകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കണ്ടാസ്വദിച്ച കഥാപാത്രത്തിന്റെ തിരിച്ചുവരവ് മുതൽ പുത്തൻ വേഷപ്പകർച്ചകളും അക്കൂട്ടത്തിലുണ്ട്. 2026 മമ്മൂട്ടി സിനിമകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ക്യാമിയോ റോളിലൂടെയാണ് പുതുവർഷം മമ്മൂട്ടി ആരംഭിക്കുന്നത്. ഒരു പക്കാ ലോക്കൽ മട്ടാഞ്ചേരി ഇടിപ്പടത്തിൽ ആശാനായാകും മെഗാസ്റ്റാറിന്റെ വരവ്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചത്തപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ജനുവരി 22 തിയേറ്ററുകളിലെത്തുക. WWE സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രമായാണ് അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താപ്പച്ച എത്തുന്നത്. മറ്റൊരു കാമിയോ വേഷവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതും നമ്മൾ കണ്ട് ആരാധിച്ച ആഘോഷിച്ച ഒരു കഥാപാത്രമായി കാരിക്കാമുറി ഷൺമുഖനായി. പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും എത്തുന്നത്. മമ്മൂക്കയുടെ കരിയറിലെ സ്റ്റൈലിഷ് അവതാറുകളിലൊന്നായ ഷൺമുഖൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആഘോഷിക്കപ്പെടുമെന്നത് തീർച്ച. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന്റെ തിരക്കഥ. 8 വർഷങ്ങൾക്ക് പുറം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഫീച്ചർ ചിത്രം കൂടിയാണിത്. ബിഗ് ഗംസ് ഒന്നിക്കുന്ന പേട്രിയറ്റ് ആണ് ദ മോസ്റ്റ് അവൈറ്റഡ് മമ്മൂട്ടി ചിത്രം എന്ന് പറയാം. മഹേഷ് നാരായൺ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങി വൻ താരനിരയാണുള്ളത്. ചിത്രത്തിലെ മമ്മൂക്ക ലുക്കുകൾ ഏറെ വൈറലായിരുന്നു. 17 വർഷത്തിനു ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിക്കുന്നുവെന്നതാണ് പേട്രിയറ്റിനെ വേറിട്ട് നിർത്തുന്നത്. 2026 വിഷു റിലീസായി ചിത്രം എത്തുമെന്നാണ് റിപ്പോർട്ട്. ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി പടമാണ് ഈ വർഷത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഒരു പക്ക മമ്മൂക്ക പടമായി ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആണ്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന സിനിമയായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഉണ്ടയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാനും മമ്മൂട്ടിയും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. പുതുമയാർന്ന കഥകളും അവയുടെ ആഖ്യാന രീതി കൊണ്ടും വ്യത്യസ്തമായ സംവിധായകനും പുതുമയെ തേടിപ്പോകുന്ന നായകനും ഒന്നിക്കുമ്പോൾ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്യാനാകും. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലും നായകൻ മമ്മൂട്ടി തന്നെ. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഐക്കോണിക് കഥാപാത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനോടൊപ്പം വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. അടൂർ ചിത്രത്തിന്റെ ഷൂട്ടിന് ശേഷം എത്തുക നിതീഷ് സഹദേവ് ചിത്രമായിരിക്കും. ഒരു പക്കാ ലോക്കൽ ഗ്യാങ്സ്റ്റർ പടമായിരിക്കുമെന്നാണ് സംവിധായകൻ പറയുന്നത്. മാസ് ആക്ഷൻ എന്റർടൈനറായ ചിത്രത്തിൽ തമിഴ്നാട് കേരള ബോർഡറിൽ ലോക്കൽ ഗ്യാങ്സ്റ്റർ ആയാകും മമ്മൂക്കി എത്തുക. മാസും ക്ലാസും ആക്ഷനും എല്ലാം അടങ്ങുന്നതാണ് മെഗാസ്റ്റാറിന്റെ 2026. പ്രകടനത്തിലും ബോക്സ് ഓഫീസ് നമ്പറുകളിലും പ്രതീക്ഷ തരുന്ന പ്രൊജക്ടുകൾ. 2025 എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തന്നെ മമ്മൂക്ക തുടങ്ങും. കാത്തിരിക്കാം ആ സിനിമകൾക്കായി, പുതിയ വേഷ പകർച്ചകൾക്കായി.